പ്രൊമോട്ടേഴ്സ് 14% സ്റ്റേക്ക് ഓഫ്ലോഡ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ഹോം ഫസ്റ്റ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ്. സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം 3% ഇടിഞ്ഞ് 1058 ക്ലോസിംഗ് നൽകി. 10,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 28.16. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഇപ്പോഴും ഡിസ്കൗണ്ടിലാണ് ലഭിക്കുന്നത്. കൂടാതെ സ്റ്റോക്ക് അതിൻ്റെ സപ്പോർട്ട് സോണിനടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 8% കറക്റ്റായി. ഹോം ഫസ്റ്റ് ഫിനാൻസ് എന്ന കമ്പനിയുടെ ഇൻവെസ്റ്റി പ്രൊമോട്ടറായ ട്രൂ നോർത്ത്, ഓറഞ്ച് ക്ലോവ്, ഏതർ ഫണ്ട് തുടങ്ങിയ കമ്പനികൾ ഹോം ഫസ്റ്റ് ഫിനാൻസിൻ്റെ 14.7% സ്റ്റേക്കുകൾ ബ്ലോക്ക് ഡീൽ വഴി സെൽ ചെയ്യും. ഡിസ്കൗണ്ടിലുള്ള സെല്ലിംഗ് ആണ് നടത്തുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാൾ 8% ഡിസ്കൗണ്ടിൽ 968 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള സെല്ലിംഗ് ആണ് ഹോം ഫസ്റ്റ് ഫിനാൻസ് എന്ന സ്റ്റോക്കിൽ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ വരാൻ പോകുന്നത്. ഇതുവഴി കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിന് 1267 കോടി രൂപ ലഭിക്കുകയും ചെയ്യും. ഹോം ഫസ്റ്റ് ഫിനാൻസ് ഹൗസിംഗ് ഫിനാൻസ് സെക്ടറിൽ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. ക്വാർട്ടർലി റിസൾട്ട് സെഷനിലെ പെർഫോമൻസ് നോക്കിയാൽ കമ്പനിയുടെ റവന്യൂ 277 കോടിയിൽ നിന്നും 34% വർദ്ധിച്ച് 374 കോടിയായി മാറുകയും കമ്പനിയുടെ പ്രോഫിറ്റ് 24% വർദ്ധിച്ച് 74 കോടിയിൽ നിന്നും 92 കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഹോം ഫസ്റ്റ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം 1000 പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. 1000 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ 880, 900 തുടങ്ങിയ സോണുകളിലാണ് സ്റ്റോക്കിനടുത്ത സപ്പോർട്ടുള്ളത്. സ്റ്റോക്ക് സപ്പോർട്ട് പ്രൈസിൽ ഇപ്പോൾ ലഭിക്കുന്നു. രണ്ടാമത്തെ അപ്ഡേറ്റ് ഡിക്സൺ ടെക്നോളജി ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 1% ഉയർന്ന് 15,813 ക്ലോസിംഗ് നൽകി. ഡിക്സൺ ടെക്നോളജി 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 1,00,000 കോടിക്കടുത്ത് മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. ഉയർന്ന വാല്യൂഷനിൽ ട്രേഡ് ചെയ്യുന്നു. ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലെ ഉയർന്ന വാല്യൂഷനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് കമ്പനി എപ്പോഴും കാണിക്കാറുണ്ട്. 6 മാസം കൊണ്ട് 59%, ഇയർ ടിൽ ഡേറ്റിൽ 180% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് ഡിക്സൺ ടെക്നോളജി. മൊബൈൽ കമ്പോണൻ്റ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിൻ്റെ മാർജിൻ കമ്പനി വരുന്ന 2 മുതൽ 3 വർഷത്തിനുള്ളിൽ ഉയർത്തിയേക്കും എന്നുള്ളൊരു അപ്ഡേറ്റാണ് ഡിക്സൺ ടെക്നോളജിയിൽ നിന്നും വരുന്നത്. ഡിക്സൺ ടെക്നോളജിയുടെ മൊബൈൽ മാനുഫാക്ചറിംഗ് കമ്പോണൻ്റ് സെഗ്മെൻറ്റിൻ്റെ കറണ്ട് മാർജിൻ 17 മുതൽ 18%. ഇത് 35 മുതൽ 36% കമ്പനി വരുന്ന 3 വർഷം കൊണ്ട് ഉയർത്തും. കൂടാതെ 2025 ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ റവന്യൂ ടാർഗറ്റ് 40,000 കോടി രൂപയായി കമ്പനി നിശ്ചയിക്കുകയും ചെയ്തു. 2025 ഫിനാൻഷ്യൽ ഇയറിലെ ഫസ്റ്റ് ക്വാർട്ടറിൽ 18,600 കോടി രൂപ കമ്പനി നേടിയിട്ടുണ്ട്. ക്വാർട്ടർ 2 ക്വാർട്ടർ 1നേക്കാൾ മികച്ചതായിരിക്കും എന്നാണ് കമ്പനിയുടെ CFO പറയുന്നത്. കൂടാതെ മൊബൈൽ മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിന് മുകളിലുള്ള ഡിപ്പെൻഡൻസി കുറയ്ക്കാനും കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഇതുവഴി പുതിയ സെഗ്മെൻറ്റിലേക്ക് പ്രവർത്തനം ആരംഭിച്ച് അവിടെ നിന്നും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ള ടാർഗറ്റും കമ്പനിക്കുണ്ട്. ടെലികോം ആൻഡ് IT ഹാർഡ്വെയർ സെഗ്മെൻറ്റിലേക്ക് കമ്പനി അതിൻ്റെ ഫോക്കസ് വർദ്ധിപ്പിക്കുകയാണ്. ഇതുവഴി 2025-26 കൂടി മൊബൈൽ മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലെ റവന്യൂ കോൺട്രിബ്യൂഷൻ 70% നിന്നും 60 മുതൽ 65% കുറയും. ഈ ഫാക്റ്റുകളൊക്കെ പരിശോധിച്ച് പ്രമുഖ ബ്രോക്കേജ് ഫീമായ മോത്തിലാൽ ഒസ്വാൾ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 17,500 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ഡിക്സൺ ടെക്നോളജി എന്ന കമ്പനി പുതിയ സെഗ്മെൻറ്റുകളിലേക്ക് പ്രവർത്തനം ആരംഭിക്കുകയും ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന സ്റ്റോക്കാണ്. കൂടാതെ ഗവൺമെൻറ്റിൻ്റെ PLI സ്കീമിൻ്റെ ബെനിഫിറ്റും കമ്പനിക്ക് ലഭിക്കുന്നുണ്ട്. കമ്പനി മൊബൈൽ മാനുഫാക്ചറിങ്ങിനോടൊപ്പം തന്നെ ടെലികോം സെക്ടറിൽ പ്രത്യേകിച്ചും ബ്രോഡ്ബാൻഡ് ഡിവൈസ് മാനുഫാക്ചറിംഗ് പോലുള്ള സെഗ്മെൻറ്റിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. ഇതിനുവേണ്ടി നോക്കിയ എന്ന കമ്പനിയുമായി കമ്പനി ഡീലിലെത്തുകയും ചെയ്തു. ഡിക്സൺ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന മറ്റൊരു പ്രധാന അപ്ഡേറ്റ് ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡ് ഫോണായ ഗൂഗിൾ പിക്സൽ ഫോൺ നിർമ്മിക്കാനുള്ള ഓർഡറും ഡിക്സൺ ടെക്നോളജി എന്ന കമ്പനിക്ക് ലഭിച്ചു എന്നുള്ള അപ്ഡേറ്റാണ്. ഡിക്സൺ ടെക്നോളജിയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായ പാഡ്ജറ്റ് ഇലക്ട്രോണിക്സ് എന്ന കമ്പനിക്കാണ് ഗൂഗിളിൻ്റെ പിക്സൽ ഫോൺ നിർമ്മിക്കാനുള്ള ഓർഡർ ലഭിച്ചിരിക്കുന്നത്. ഗൂഗിളിൻ്റെ തൈവാനീസ് കോൺട്രാക്റ്റ് മാനുഫാക്ചർ കമ്പനിയായ കോംപാൽ ഇലക്ട്രോണിക്സ് ആണ് പാഡ്ജറ്റ് ഇലക്ട്രോണിക്സ് എന്ന ഡിക്സൺ ടെക്നോളജിയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിക്ക് പിക്സൽ ഫോൺ നിർമ്മിക്കാനുള്ള ഓർഡർ നൽകിയിരിക്കുന്നത്. പ്രതിവർഷം 10 മില്യൺ പിക്സൽ ഫോണുകൾ നിർമ്മിക്കുക എന്നുള്ള ടാർഗറ്റ് ഗൂഗിൾ അനൗൺസ് ചെയ്തു കഴിഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പിക്സൽ ഫോണുകളുടെ കോൺട്രാക്റ്റ് മാനുഫാക്ചർ കമ്പനി എന്ന നിലയ്ക്ക് ഡിക്സൺ ടെക്നോളജി എന്ന കമ്പനിയുടെ റവന്യൂ വർദ്ധിക്കാനും ഇത് കാരണമായേക്കും. കൂടാതെ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗൂഗിളിൻ്റെ ലേബലിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എത്തിക്കാനുള്ള ഒരവസരം കൂടി കമ്പനിക്ക് ലഭിക്കുന്നുണ്ട്. ആൾറെഡി സാംസങ്, ഷവോമി, മോട്ടറോള, OnePlus തുടങ്ങിയ കമ്പനികളുടെ മൊബൈൽ ഫോണുകൾ കോൺട്രാക്റ്റ് മാനുഫാക്ചറിംഗ് വഴി നിർമ്മിക്കുന്നതും ഡിക്സൺ ടെക്നോളജിയാണ്.
ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതായിരുന്നു. 113 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 412 കോടിയിലേക്ക്, അതായത് 3.5 ടൈംസ് വർധനവാണ് ഉണ്ടായത്. കമ്പനിയുടെ റവന്യൂ ഇരട്ടിയായി 11,534 കോടിയായി എത്തുകയും ചെയ്തു. ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്ക് 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യുന്നവർക്ക് സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതേസമയം ഇൻഡെക്സിൻ്റെ സപ്പോർട്ട് എത്ര ലഭിക്കും എന്ന കാര്യത്തിൽ പറയാൻ സാധിക്കുകയില്ല. 16,000 എന്ന റെസിസ്റ്റൻസിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ 17,000, 17,500 മുതലായ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. 14,000 സ്റ്റോക്കിൻ്റെ പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടും സ്ട്രോങ് സപ്പോർട്ടുമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്